വേണു കോൺഗ്രസ് നേതാവ് ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, സ്വാഭാവികമായ നടപടി എന്ന് പറയുമ്പോൾ പോലീസ് അങ്ങനെ പ്രവർത്തിക്കുന്നതാണല്ലോ. അത് പറയാൻ രാജീവ് തന്നെയാണ് അർഹനും. പഴയൊരു ഫോട്ടോയുണ്ടല്ലോ, രാജീവിന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ആ വേഷത്തിൽ തന്നെ രാജീവിനെ കൊണ്ടുപോകുന്ന ദൃശ്യം പഴയ ഒരു സമരത്തിലെ. അപ്പോൾ രാജീവ് പറഞ്ഞത് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടി വരും. മഞ്ജുഷ, ഇവിടെയുള്ള പ്രതിഷേധാർഹമായ കാര്യം എന്താ? ഒരു രാഷ്ട്രീയ സമരത്തിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നോ റിമാൻഡ് ചെയ്യുന്നോ അതൊന്നും നമ്മുടെ നാട്ടിൽ നടാടെയുള്ള കാര്യമല്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ പുലർച്ചെ 3 മണിക്ക്, അതും സുപ്രീം കോടതിയുടെ ഒക്കെ എത്രയോ ഈ അറസ്റ്റിനെ കുറിച്ചുള്ള എത്രയോ വിധികൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക. പുലർച്ചെ 3 മണിക്ക് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒളിവിൽ പോയ ആളാണോ? അല്ല. ഇനി ഇദ്ദേഹം വിദേശത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിൽ കയറി വന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ വന്ന് പിടിച്ചത്? അല്ല. അദ്ദേഹം 20-ാം തീയതി സമരം, ഡിസംബർ മാസം 20-ാം തീയതി സമരം കഴിഞ്ഞ് അദ്ദേഹവും പ്രതിയായി. അതിനുശേഷം എത്രയോ സമരപരിപാടികളിൽ തുടർന്ന് പങ്കെടുത്തു, പൊതുപരിപാടികളിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുന്നു. അദ്ദേഹം ഒളിവിൽ പോകുന്നയാളല്ല, നിയമലംഘനം നടത്തുന്നയാളല്ല, അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിന്റെ കരങ്ങളിൽ പെടാതെ മുങ്ങി നടക്കുന്ന ആളോ ഒന്നുമല്ല. അപ്പൊ പിന്നെ എന്തിനു വേണ്ടി ആ വെളുപ്പിനെ ഈ 3 മണിക്കോ 3:30 മണിക്കോ ഈ പോലീസ് സംഘം വന്ന് ഈ വീട് വളഞ്ഞ്, പണ്ട് നക്സലൈറ്റുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുക, അല്ലെ പഞ്ചാബിലും. ശ്രീ സേനാപതി വേണു, അങ്ങനെ വീട് വളഞ്ഞ് അങ്ങനെ വലിയ രീതിയിൽ സാഹസികമായി അറസ്റ്റ് ചെയ്തൊന്നുമല്ല. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പോലീസിന്റെ കൂടെ കുശലം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ നേരം വെളുത്തിരുന്നു. ഇവിടുത്തെ ചോദ്യം ഒരാളുടെ ഒരു പ്രൈവസി ആണല്ലോ. അവന്റെ വീട്ടിൽ അവൻ ഉറങ്ങുക, അതാണല്ലോ അവന്റെ അഭയകേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ഈ 3 മണിക്കോ, ഇനിയിപ്പോ 3 അല്ല 4 അല്ല, പോലീസ് പറയുന്ന സമയം 5 ആണെന്ന് തന്നെ കൂട്ടിക്കൂ. ഇത് നേരം പുലർന്നതിന് ശേഷം വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം ഓടി പോവുകയോ അല്ലെ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുക, ഇതൊന്നും ചെയ്യുന്നതല്ലോ. അപ്പം ഇവിടെ ഇതാണ് ഈ നാട്ടിലെ ഈ പ്രതികാര രാഷ്ട്രീയം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ ഇതൊക്കെ കാണും. അതായത് ജയലളിത വരുമ്പം കരുണാനിധിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകനെയും ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. മുരശലിമാരനെയും ഒക്കെ രാത്രിയിൽ വന്ന് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ കയ്യിലും കാലിലും ഒക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇനി അവർ വന്നു കഴിയുമ്പോൾ ജയലളിതയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ പ്രതികാര രാഷ്ട്രീയം തമിഴ്നാട്ടിൽ കാണുന്നു. ആന്ധ്രയിൽ ഈയിടെ നമ്മൾ കണ്ടു, അവിടെ ചന്ദ്രബാബു നായിഡുവിനെ മുമ്പ് നടന്ന ഒരു അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വന്ന് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊക്കെ. ഇതൊക്കെ പ്രതികാര രാഷ്ട്രീയം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അങ്ങനെ ഒരു ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കുണ്ടോ? രാഹുൽ മാങ്കൂട്ടം സമരത്തെ നയിക്കുന്നു. ആ സമരം മുഖ്യമന്ത്രി നടത്തിയ അവരുടെ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ സമരത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നു. ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നിയമപരമായിട്ടല്ലേ പോലീസിന് പെരുമാറാൻ. അത് മാത്രമല്ല, രാജീവ് പറഞ്ഞ ഒരു വിശദീകരണം എനിക്ക് കൗതുകമായി തോന്നുകയാണ്. ഗവർണറെ തലസ്ഥാനത്ത് വെച്ച് തടഞ്ഞ SFIക്കാരെ 124B ചുമത്തിയല്ലോ എന്ന്. അത് ഗവർണർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ്. ദുർബല വകുപ്പുകളായിരുന്നു. വെളിപ്പെടുത്തി, ഞാൻ ആവശ്യപ്പെട്ടു DGPയോട് ചുമത്തണം ഇന്ന വകുപ്പുകൾ എന്ന്. അല്ല, ഞാൻ അങ്ങോട്ടാ വരാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ക്രിമിനൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 124 എന്ന് പറയുന്നതിലെ ഇമ്മ്യൂണിറ്റി 3 ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, ഗവർണർ. ഈ 3 ആളുകൾക്കതെ അവർക്ക് മാത്രമേ ഇതിന്റെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇതിന്റെ പരിഗണനയുള്ളൂ. ഇനി പ്രധാനമന്ത്രിക്കോ ക്യാബിനറ്റ് മന്ത്രിമാർക്കോ ആർക്കും 124ന്റെ പരിഗണനയില്ല. അപ്പൊ ഇവിടെ കൗതുകരമായ ഒരു കാര്യം, കേരളത്തിലാണ് ആദ്യമായി ഗവർണറെ തടഞ്ഞതിന്റെ പേരിൽ 124 വകുപ്പ് പ്രകാരം കേസെടുത്തതെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത്. ശരിയാ? കാരണം ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവർണറുടെ വാഹനം തടഞ്ഞ ആ വാഹനത്തിന് കേടുവരുത്തിയ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഗവർണർമാർ അധികാരം ഏറ്റതിന് ശേഷം ഈ രാജ്യത്ത് 75 കൊല്ലത്തിനിടയ്ക്കിൽ നടക്കുന്ന ആദ്യത്തെ സംഭവം ഇതാണ്. അതുകൊണ്ട് രാജീവ് പറഞ്ഞത് ശരിയാണ്. അതും രാജീവ് എങ്ങനെയാ ആ കാര്യത്തെ അദ്ദേഹം ഹൈഡ് ചെയ്യുന്നത്? ആദ്യം കേസെടുത്തത് കരിങ്കൊടി കാണിച്ചു, അനധികൃതമായിട്ട് സംഘം ചേർന്നു പോലീസിന്റെ ഔദ്യോഗിക കൃത്യത്തെ തടസ്സപ്പെടുത്തിയെന്ന കേസ് മാത്രമാണ് എടുത്തത്. ഗവർണർ ചൂണ്ടിക്കാണിച്ചതിന് ശേഷമാണ് 124 വകുപ്പ് പ്രകാരം, IPCയുടെ 124 വകുപ്പ് പ്രകാരം അത് ഗവർണർക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയുള്ള അക്രമങ്ങളിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന ആ ഘട്ടത്തിൽ എടുക്കേണ്ട കേസ്. അപ്പൊ ഗവർണർ പറഞ്ഞതിന് ശേഷമാണ് ആ കേസെടുത്ത്. എന്നിട്ടാണ് മന്ത്രി രാജീവ് ഇപ്പൊ പഴയ വിഷ്വൽ കാണിക്കുന്നത്. ആ വിഷ്വൽ എന്ന് പറയുന്നത് സമര രംഗത്തുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു ആക്ഷേപവും ഇല്ലായിരുന്നു. 20-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോക്കോ, ഞങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലായിരുന്നു. ഇനി മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ CRPCയുടെ 41 എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു സെക്ഷനാണ്.
അത് മനുഷ്യന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. 7 വർഷത്തിൽ താഴെ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊക്കെ 7 വർഷത്തിൽ താഴെ എല്ലാ കേസുകളും ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. അത്തരമൊരു കേസിൽ അറസ്റ്റിന് പോകുമ്പോൾ അറസ്റ്റിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. നോട്ടീസിന് വഴങ്ങുന്നില്ല എങ്കിൽ മാത്രം. അതോടൊപ്പം തന്നെ ആ റിമാൻഡ് റിപ്പോർട്ടിൽ എന്ത് കാരണത്താൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, ഇയാള് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടോ, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പോലീസിനെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ 10-25 വർഷമായി അഭിഭാഷക വൃത്തിയിലുള്ള ആള്. ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നുന്നു ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഇപ്പോഴും, അതായത് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ആളുകളുടെ വീട്ടിൽ ചെന്ന് വീട് മുട്ടി വളഞ്ഞ് വീട്ടില് വാതിൽ മുട്ടിയിട്ട് ഇല്ലെങ്കിൽ പോലീസ് ചെന്ന് ആളുകളെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിൽ ആ വീട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കളോ ഇല്ലെങ്കിൽ അമ്മ, ഇവര് സഹോദരിയാണുള്ളത്. അപ്പോ ഇവരൊക്കെ ഈ സ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തേണ്ട ആവശ്യം എന്താ? രാത്രി ഇപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ ചെന്ന് വീട്ടിൽ മുട്ടി വിളിച്ചു കഴിയുമ്പോൾ അവര് വളരെ ഫ്രൈറ്റൻഡ് ആകുകയല്ലേ, അവര് ആങ്ഷ്യസ് ആകുകയല്ലേ. എന്തിനാ അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാക്കുന്നത്? ഈ പോലീസ് എന്തിനാണ് ആ സീനൊക്കെ ഉണ്ടാക്കിയത്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് മാത്രമല്ല, ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിയൊരു നേതാവായി വളർത്തിയെടുക്കുക കൂടി ചെയ്യുകയാണ്. അതിനെന്തിന് പോലീസ് അല്ല മഞ്ജുഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ നേതാവായി വളർന്നു കഴിഞ്ഞിരുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി മാറി. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പിൽക്കാലത്ത് AICC നേതാക്കളും ഇപ്പം AICCയുടെ സംഘടനാ കാര്യത്തിന്റെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇവരൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരാ. ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരെല്ലാവരും അതില് ഞാൻ മനസ്സിലാക്കുന്ന 1-2 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും MLA-മാരോ മന്ത്രിമാരോ വലിയ നേതാക്കളോ ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ നമ്പർ 1 നേതാവ് തന്നെയാണ്.